യെസ്, ബി കെ സുഹൈൽ കൂടി ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ തിരിച്ചടി നൽകി തുടങ്ങുകയാണോ? സ്വാഭാവികമായും ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതായിരുന്നു. ഇറാൻ മുന്നറിയിപ്പ് നൽകിയതുമാണ്. ഏത് ഘട്ടത്തിലും ഗൾഫിലെ US ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തും എന്ന ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ഖത്തറിലേക്ക് ഈ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഇനി ഇത് മറ്റു ഇടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളതാണ് ആശങ്ക. ഖത്തറിൽ മാത്രമല്ല, ബഹ്റൈനിലും UAE-യിലും സൗദിയിലും എല്ലാം അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ട്. ആ താവളങ്ങൾക്ക് നേരെ ഇനി ആക്രമണം വ്യാപിപ്പിക്കുമോ എന്നുള്ളതാണ് ആശങ്ക. അത് ഗൾഫിലെ മലയാളികളുടെ അടക്കം ആശങ്കയാണ്. മുമ്പ് ഗൾഫ് യുദ്ധങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ പ്രതിസന്ധിക്ക് ഇത് കാരണമാകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അമേരിക്ക കണ്ടിരുന്നത്. നമ്മൾ നേരത്തെ പകലെല്ലാം സൂചിപ്പിച്ചിരുന്നു, അടുത്ത 24 മണിക്കൂറിനകം ഗൾഫിലെ US ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. ഇക്കഴിഞ്ഞ ഫൊർദോ അടക്കമുള്ള ആണവ നിലയങ്ങളിലെ US ആക്രമണത്തിന് അവരുടെ തിരിച്ചടി ഉണ്ടാകും എന്നവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദ്യം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായിയാണ് എക്സിലൂടെ അത്തരമൊരു ഭീഷണി ആദ്യം മുഴക്കിയത്. അതിനുശേഷം അവരുടെ സൈനിക മേധാവികളുടെ ഒരു വീഡിയോ ഇറാനിയൻ മാധ്യമങ്ങൾ എല്ലാവരും പങ്കുവച്ചിരുന്നു. ഞങ്ങൾ അതിനിർണായകമായ ഒരു ആക്രമണത്തിലേക്ക് ഒരുങ്ങുകയാണ് എന്നൊരു സന്ദേശം ലോകത്തെ അറിയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം ഇറാൻ നടത്തിയിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ അമേരിക്കയും UK-യും എല്ലാം സംയുക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം, ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രത്യേക സെക്യൂരിറ്റി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസും അതേപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് ഒരു പ്രധാന യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നാണ് നമുക്കറിയാനുള്ളത്. ഇത് വലിയൊരു യുദ്ധമായി വികസിക്കുമോ എന്നുള്ളത് നമുക്കറിയുക ആ മീറ്റിംഗിലെടുക്കുന്ന തീരുമാനത്തെ അടിസ്ഥാനത്തിലായിരിക്കും. ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഞങ്ങൾ ഫൊർദോയിലും അതേപോലെ തന്നെ മറ്റു ആണവ നിലയങ്ങളിലും നടത്തിയ ആക്രമണം ആ ആക്രമണത്തോടു കൂടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, ഇറാനും അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും US-ലെ നേതാക്കളുടെ പ്രസ്താവനകളും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരിക്കലും ഒരു ഏക അഭിപ്രായമുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. 2 ആഴ്ചത്തെ സമയം കൊടുത്തു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് ഈ വലിയ ആക്രമണം, അതായത് ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവുന്ന തരത്തിലുള്ള ഫൊർദോ ആണവ നിലയത്തിൽ അടക്കമുള്ള ആക്രമണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. അപ്പോൾ ഒരു വിൻ ആൻഡ് വിൻ സിറ്റുവേഷൻ, ഞങ്ങളൊരു ആക്രമണം നടത്തുന്നു, അതോടുകൂടി ഈ കാര്യങ്ങൾ അവസാനിക്കുന്നു, നമുക്ക് അവസാനിപ്പിക്കാം എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയതെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ മറ്റൊരു പോസ്റ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മെഗാ ക്യാമ്പയിനെ കുറിച്ചാണ്. അതായത് മേക്ക് ഇറാൻ ഗ്രേറ്റ് എഗെയിൻ. നിലവിലുള്ള ഭരണകൂടം ഈ ഇറാനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇറാനെ ഗ്രേറ്റ് ആക്കാൻ സാധിക്കുകയും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു റിജൈം ചേഞ്ച് ഉണ്ടായിക്കൂടാ, അതായത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിക്കൂടാ എന്ന തരത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇസ്രായേലിന്റെ 2 മന്ത്രിമാരിൽ നിന്നാണ് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകണം എന്ന പ്രസ്താവന വന്നത്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാനിൽ ആകെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയും അവിടെ നിലവിലുള്ള ഷിയ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാകാം ഇറാൻ നിലവിലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അടക്കമുള്ള US ബേസുകളെ ആക്രമിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതേതായിരുന്നാലും ഇപ്പോൾ ബ്രിട്ടന്റെയും അതേപോലെ തന്നെ നാറ്റോ അംഗരാജ്യങ്ങളുടെയും എല്ലാം സംയുക്തമായിട്ടുള്ള ചില ഓപ്പറേഷനുകൾ മിഡിൽ ഈസ്റ്റിലാകെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അമേരിക്കയുടെയും UK-യുടെയും ഫ്രാൻസിന്റെയും എല്ലാം യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിൽ വട്ടമിട്ട് കറങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അതിപ്രധാനമായിരിക്കും. ഇനിയും ഈ മേഖലയിലേക്ക് ആകെ ഇറങ്ങിക്കളിക്കാനാണ് തീരുമാനമെങ്കിൽ, അതായത് ഗൾഫ് മേഖലയിലെ അടക്കമുള്ള US ബേസുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ അവർ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ ആകെ യുദ്ധക്കളമാകും എന്ന് മാത്രമല്ല മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള US ബേസുകൾക്ക് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും